കാസർഗോഡ് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ബേവിഞ്ചയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതേസമയം കാസർഗോഡ് മുകുവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മുഗു സർവീസ് സഹകരണ ബാങ്കിന്റെ മതിലാണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. ബാങ്ക് കെട്ടിടം അപകടാവസ്ഥയിലാണ്. സരീഷ് പി കെ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, അവിടെ കാസർഗോഡ് കനത്ത മഴയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ മഴയ്ക്ക് പിന്നാലെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഏത് രീതിയിലാണ് അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഇടവിട്ടുള്ള മഴ ഇപ്പോഴും കാസർഗോഡ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പല സ്ഥലത്തും വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ദേശീയപാതയിലും അതോടൊപ്പം തന്നെ പ്രാദേശിക റോഡിലും ഉൾപ്പെടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ദേശീയപാതയിലെ മണ്ണിടിച്ചിലാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിള്ളൽ കണ്ടെത്തുകയും ഗർത്തം രൂപപ്പെടുകയും ചെയ്ത കട്ടഞ്ചാൽ ബേവിഞ്ചയിലാണ് ഇത്തവണയും ഇതേ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ റോഡിന് സമീപത്തെ ഭിത്തി, സംരക്ഷണ ഭിത്തി ഒന്നാകെ ഇളകി റോഡിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വീണതാവട്ടെ സമീപത്തെ ബസ് ഷെൽട്ടറിന് മുകളിലേക്കുമാണ്. 5 മിനിറ്റ് മുൻപാണ് ഇവിടെ നിന്നും ഒരു കുടുംബം ബസ് കയറി പോയത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ ദുരന്തം തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഈ നിർമ്മാണ കമ്പനിയോട് ഉൾപ്പെടെ പറഞ്ഞത് അവിടെ കൃത്യമായി മഴവെള്ളം പോകുന്ന രീതിയിലല്ല നിർമ്മാണം നടത്തിയത് എന്നായിരുന്നു. അത് പക്ഷേ ഈ കമ്പനി അധികൃതർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഒരു പക്ഷെ അതിന്റെ പ്രതിഫലനം എന്ന രീതിയിലായിരിക്കാം ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെയും സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ മണ്ണിടിയുകയും റോഡ് കുഴിയുകയും. സരീഷ്, കാസർഗോഡാണ് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ, ബേവിഞ്ചയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ഇടവിട്ട് മഴ തുടരുകയും ചെയ്യുകയാണ്.